എവരിവൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. അതിനു മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്തും അറിയിക്കുക. ഈ ഒരു പാനിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യാനുസരണം ഉപ്പും കൂടെ ചേർക്കാം. ഇനി 1 സ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ബോംബെ റവയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഉപ്പുമാവൊക്കെ തയ്യാറാക്കുന്ന റവ, വറുത്ത റവയല്ല എടുത്തിരിക്കുന്നത്. വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് റവ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. റവ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം നിങ്ങൾ എടുക്കണേ. ഇതിലെ വെള്ളം ഒന്ന് വറ്റി വരണം. ഇത് 1 മിനിറ്റ് നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുക. വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞ് റവ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറി വരട്ടെ. നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന ചൂടായി ആറിക്കിട്ടണം. അപ്പോൾ ചൂട് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് ചേർക്കാം. പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്വല്പം ജീരകം കൂടെ ചേർക്കാം. ഇത് നല്ല ജീരകമാണ്. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ചെറു ചൂടോട് കൂടിയിട്ട് കുഴയ്ക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണേ. നിങ്ങൾക്ക് മാവ് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഞാൻ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് പരത്തി കൊടുക്കുക. വടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കുക. കനം കുറച്ച് ചെയ്യുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇതിൻ്റെ നടുക്ക് നമുക്കിനി ഒരു ഹോൾസ് ആക്കി കൊടുക്കാം. അപ്പോൾ വടയുടെ ഷേപ്പിൽ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് എണ്ണ വെച്ച് ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇതിട്ടിട്ട് വറുത്തെടുക്കാം. തിരിച്ച് മറിച്ചു വിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് നല്ല ക്രിസ്പി വടയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ചട്നിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാവേ. അപ്പോൾ വട ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം. നിങ്ങൾ തയ്യാറാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ. ഇത് നല്ല ക്രിസ്പി വടയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.